അമേരിക്കയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡേ തന്നെയാണ് നമ്മൾ വീട്ടിൽ പോയി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചു. അതിനുശേഷം നമ്മളിപ്പോൾ ഇതേ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ ആകെ ടയേർഡാണ് കേട്ടോ. എങ്കിൽ പോലും നമുക്ക് അവിടെ പോകണം, വാപ്പാനെ കാണണം, എല്ലാവരെയും കാണണം. അപ്പോൾ അതിൻ്റെ ഒരു ആകാംക്ഷയിലും സന്തോഷത്തിലൊക്കെ വേഗം തന്നെ നമ്മൾ പോവുകയാണ്. പോകുന്ന വഴികളിൽ അധികം വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ആകെ ടയേർഡായിരുന്നു. വീഡിയോ എടുക്കാനുള്ളൊരു മൂഡൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും നിങ്ങളെയും കൂടി ഇതൊക്കെ ഒന്ന് കാണിക്കണമല്ലോ എന്ന് വിചാരിച്ചാണ് കുറച്ച് ഭാഗങ്ങളായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കണത്. അങ്ങനെ അതേ നമ്മളവിടെ എത്തിയപ്പോൾ ഒരുപാട് ലേറ്റായിട്ടാണ് ചെന്നപ്പോൾ തന്നെ നമ്മൾ ഡിന്നറാണ് കഴിക്കണത്. അപ്പോൾ ഡിന്നറിന് ഇന്ന് ഇവിടെയും ഫിഷിൻ്റെ വിഭവങ്ങളൊക്കെ തന്നെയായിരുന്നു. ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. അതിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് ചാള മുട്ട ഫ്രൈ ആയിരുന്നു. ഇത് കണ്ടില്ലേ, മൈ ഫേവറേറ്റ് ആണ് കേട്ടോ. ഇതൊന്നും അമേരിക്കയിൽ കിട്ടൂല എന്നാണ് കേട്ടോ തോന്നണത്. പിന്നെ ചെമ്മീൻ്റെ ഒരുപാട് ഐറ്റംസുകളും ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൈയും കറിയും ചിക്കൻ ഫ്രൈ അങ്ങനെ ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വന്നറിഞ്ഞ് തൊട്ടപ്പുറത്തുനിന്ന് ഇക്കയുടെ മക്കളും വൈഫും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനും ഒരുപാട് ലേറ്റായി പോയിന്നേ. ഇപ്പോൾ റോട്ടിലൊക്കെ എന്തൊരു ബ്ലോക്കാണ്, റോഡ് പണികളൊക്കെ നടക്കണ്, പിന്നെ മഴ പെയ്യണ്. ഇതിൻ്റെയൊക്കെ ആകെ ഒരു തിരക്ക് കാരണം ഒരുപാട് സമയം നമ്മൾ ബ്ലോക്കിലൊക്കെ കിടന്നിട്ടാണ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് വാപ്പാക്കും പ്രായത്തിൻ്റേതായ ചില വയ്യായികളൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, ആൾ ഉഷാറാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്നാണ് ഫുഡൊക്കെ കഴിച്ചത്. ഫുഡ് അടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ തൊട്ടടുത്തുള്ള ഇക്കയുടെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ നമ്മൾ വന്നത് അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ അവിടെ പോണതാണ്. അങ്ങനെ അവിടെ പോയി കുറേ നേരം അവരായിട്ടൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് ഇപ്പോൾ ഒരുപാട് ലേറ്റായിട്ടോ സമയം, രാത്രിയൊക്കെ ഒരുപാട് വൈകിയായിരുന്നു. അങ്ങനെ കുറേ നേരത്തിന് ശേഷം നമ്മളിതേ തിരിച്ചു വന്ന് വീണ്ടും വർത്താനത്തിൽ ഏർപ്പെട്ടേക്കാണ്. എവിടെ വന്നാലും വർത്താനം തന്നെയായിരിക്കുമല്ലോ, എല്ലാവരും കൂടി കൂടുമ്പോൾ അതൊക്കെ ഒരു സന്തോഷമല്ലേ. എന്തോരം വിശേഷങ്ങളായിരിക്കും പറയാനുണ്ടാവുക. ചിലപ്പോൾ അടുത്തടുത്ത് കാണുന്നവരാണെങ്കിൽ പോലും ഒരുപാട് വിശേഷങ്ങളൊക്കെ പറയാനുണ്ടാകും. അങ്ങനെ കുറേ ലേറ്റായതിന് ശേഷമുണ്ട് പിന്നെ നമ്മൾ തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ സുഖമായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം. കാരണം വെച്ചാൽ ഇനിയിപ്പോൾ ഈ ജെറ്റ് ലാഗും പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഉറക്കം വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ രാത്രിയും പകലും ഒക്കെ വ്യത്യാസം ഉണ്ടല്ലോ. എങ്കിലും ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഓരോരോ ബന്ധുവീടുകളിലൊക്കെ പോകുന്നതാണ് ഇനിയുള്ള അടുത്തുള്ള ചടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ റെസ്റ്റ് എടുക്കലും ആ ഒരു പോക്കും ഒക്കെ കൂടി ഇങ്ങനെ മിക്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണം. എന്തായാലും ഈ 1.5 മാസം എന്നുള്ളത് പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകും. കണ്ണടച്ച് തുറക്കണതിന് മുമ്പ് തന്നെ നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണല്ലേ. നാട്ടിൽ എന്താ പറയുക, ഇതൊക്കെ ഈ റോട്ടിലൂടെയൊക്കെ നമ്മൾ ഒരുപാട് പോയിട്ടുണ്ടെങ്കിൽ എല്ലാം ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുഞ്ഞു വീഡിയോയാണ്. കാരണം വെച്ചാൽ ഒരുപാടൊന്നും വീഡിയോ എടുക്കാനുള്ളൊരു വയ്യായിക, അതുകൊണ്ട് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കാണിക്കണുള്ളൂ. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷവുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.